ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആൻഡ് ഈവനിങ് ഓഫ് മൈ ഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ എനിക്ക് ലീവാണ്. നാളത്തെ കഴിഞ്ഞാണ് എനിക്ക് പരീക്ഷയുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇത്രയും കാലം ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ട് ഇന്ന് ഞാനങ്ങനെ പഠിക്കാൻ വേണ്ടി വലിയ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തം റിലാക്സ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടാവും. വെയിലൊക്കെ ഇച്ചിരി മൂടിയിട്ടുള്ള, മേഘമൊക്കെ ഇച്ചിരി മൂടിയിട്ടുള്ള ഒരു ചെറിയൊരു മഴക്കാറ് പോലത്തെ ഒരു സമയമാണ് ഒരു 4 മണിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സമയത്ത് എനിക്ക് വേഗം ഒരു കോഫി കുടിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കും പിന്നെ എൻ്റെ അനിയനും കൂടെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുശേഷം നല്ല ക്ലൗഡി ആയിട്ടുള്ള ആ ക്ലൈമറ്റിൽ ഞാൻ എൻ്റെ കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ. സിറ്റ് ഔട്ടിലാണേ. നല്ല രസമാണ് അവിടെ. ഇങ്ങനെ നിങ്ങൾക്കും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ ഈ കോഫി എൻ്റെ വായിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ നാക്ക് പൊള്ളി. അതോടെ എൻ്റെ പകുതി മൂടിപ്പോയി. ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയതാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ ഞാൻ എൻ്റെ ഒരു പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ആപ്പിൽ നിന്നാണ് ഞാൻ ഈ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ആപ്പിൻ്റെ പേരാണ് പ്രോ CCD എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് നല്ല വിൻറ്റേജ് ആയിട്ടുള്ള ഈ ക്യാമറ, നമ്മുടെ പണ്ടത്തെ കാലത്ത് ഈ ഡിജി ക്യാമറാസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ക്യാമറയിലൊക്കെ നമ്മൾ എങ്ങനെയാണോ ഫോട്ടോ എടുക്കുക അതേ ക്യാമറയിൽ ഫിൽറ്റേഴ്സ് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോ CCD ആപ്പ്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറേ ടൈപ്പ് പഴയ ക്യാമറകളുടെ ഫിൽറ്റേഴ്സ് കിട്ടും. പക്ഷേ നമുക്ക് എല്ലാ ക്യാമറയിലോട്ടും ഫ്രീ ആയിട്ട് അക്സസിബിലിറ്റി ഇല്ല. നമുക്കിതിനകത്തോട്ട് പ്രോ വേർഷനും ഉണ്ട്. പ്രോ വേർഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാ ഇതിനകത്തോട്ടും എല്ലാ ക്യാമറയുടെ ഫിൽറ്റേഴ്സിലോട്ടും നമുക്ക് അക്സസിബിലിറ്റി ഉണ്ടാവും. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഈ കാണുന്ന ഈ 2014 അപ്പോൾ ഞാൻ അതെടുത്തു. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളതാണ് ഇത്. ഇതായിട്ടുള്ള ഒരു ക്യാമറയാണ്, VIP ക്യാമറയാണ്. VIP ക്യാമറ എന്ന് വെച്ചാൽ പ്രോ യൂസേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാലും ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഒരു ദിവസം യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഫ്ലാറ്റ് സിപ്പ് എന്നും പറഞ്ഞുകൊണ്ടൊരു മോഡുണ്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഷ്രിങ്ക് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടലി വേർട്ടിക്കലി. പിന്നെ നമുക്ക് സാധാ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഫീച്ചർ. ഇതിനകത്ത് നമുക്ക് 4 ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു നമ്മുടെ ഈ നോക്കിയ ഫോണില്ലേ അതേപോലെയൊക്കെയാണ് വരിക. നമ്മൾ ഏത് ക്യാമറ എടുത്താലും ആ ക്യാമറ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കുമോ അതേപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണ ഒരു മൊബൈലിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയും പിന്നെ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോയും. ഇതിനകത്ത് നമ്മൾ ഇതേപോലെ കുറേ സാച്ചുറേഷൻ കൂട്ടുകയും പിന്നെ ക്ലാരിറ്റി കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഫിൽട്രേഷനൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ളതേ ഉള്ളെങ്കിലും പക്ഷേ എന്നാലും ചില VIP ആയിട്ടുള്ള ക്യാമറാസൊക്കെ നമുക്ക് ഇതേപോലെ ഈ ഒരാഴ്ചയിൽ 5 പ്രാവശ്യം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഓരോരോ ഇളവുകൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ്. ഈ ഇടയ്ക്കാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്തുള്ള ഒരു ഫിൽറ്ററിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.